ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് മാവ് കുഴയ്ക്കുക പരത്തിയ ഒന്നും ചെയ്യാണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസയുടെ റെസിപ്പിയാണ്. ഇത് ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ തവിടുള്ള ഗോതമ്പ് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈദയിൽ ഇത് ചെയ്യുക, ഇല്ലെങ്കിൽ മൈദയും ഗോതമ്പും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ്സിനാണ് അളന്നെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കപ്പള വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്, അതുപോലെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കേണ്ടത്. അപ്പോൾ സാധാരണ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മാവിലേക്ക് ചേർത്ത പഞ്ചസാരയും ഉപ്പൊക്കെ ചേർത്തിട്ട് പാലും കൂടെ ചേർത്തിട്ടൊന്ന് പൊങ്ങാനായിട്ട് മാറ്റി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് പൊങ്ങിയതിന് ശേഷം മാവിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ചൂടുള്ള പാലൊഴിച്ചിട്ടാണ് ഈ ഒരു മാവ് കലക്കിയെടുക്കുന്നത്. ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് പാൽ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി കേട്ടോ. ഇനി പാലില്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഒരുപാട് തിളപ്പിച്ച വെള്ളമല്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ വെള്ളം കൊണ്ട് മാവൊന്ന് കലക്കിയെടുത്താൽ മതി. സാധാരണ നമ്മൾ പിസ്സ ഉണ്ടാക്കുന്ന സമയത്ത് മാവ് കുഴച്ചിട്ട് പരത്തിയിട്ടൊക്കെയാണ് ചുട്ടെടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ ഈസിയാണ്. വേഗം ഒന്ന് കലക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങി വരും ചെയ്യും. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. പിസ്സയുടെ ബേസും തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ കട്ടയില്ലാണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് മാവൊന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കണം. 1 മണിക്കൂർ വെച്ചാൽ തന്നെ കറക്റ്റായിട്ട് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം. നമ്മൾ ചീസ് ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ. ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ഉപ്പുള്ള ബട്ടറായാലും ഉപ്പില്ലാത്ത ബട്ടറായാലും കുഴപ്പമൊന്നുമില്ല. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മൈദയും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട് കേട്ടോ. മൈദ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്കൊരു 1/2 ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കണം. 1/2 ഗ്ലാസ് ടു 1/4 ഗ്ലാസ്, ഒരു ഗ്ലാസ് അളവിൻ്റെ ആവശ്യമില്ല, ഒരു 1/4 ഗ്ലാസ് വരെ അത്രയും മതിയാവും. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് പാൽ ഒഴിക്കുന്നുണ്ട്. പാലും കൂടെ ഒഴിച്ചിട്ട് നമ്മളിന്ന് നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കണം. തീയൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുത്താൽ മതി. കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ ഉപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഉപ്പില്ലാത്ത ബട്ടറാണെങ്കിൽ കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തിളപ്പിച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഒരു സോസിൻ്റെ പാകമാവുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഓയിലൊന്ന് തടവി കൊടുക്കുക. ഓയിലോ ബട്ടറോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് കട്ടി വേണം, കട്ടി കുറച്ചിട്ട് വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക കേട്ടോ. ഞാൻ ഈ മാവ് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ചെറിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം ആക്കിയിട്ടൊക്കെ ചെയ്തെടുക്കാം. ഇതിനേക്കാളും കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് പൊടിക്ക് പകരം നിങ്ങൾക്ക് 2 ഗ്ലാസ് അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. ഒന്ന് മാവ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പിസ്സേൻ്റെ സോസാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സോസൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് ആദ്യം കുറച്ചൊന്ന് പകുതി വേവാക്കിയതിന് ശേഷം മുകളിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ആ ഒരു മാവിലേക്ക് തന്നെയാണ് ഈ ഒരു സോസൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സോസിൻ്റെ റെസിപ്പിയൊക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഉള്ളി, തക്കാളി, ക്യാപ്സിക്കം, അതുപോലെ മല്ലിയില, പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം നല്ല പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. അതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ ഈ ഒരു ഇത് സോസ് ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് പണിയൊന്നുമില്ല. ഇനി റെഡിമെയ്ഡ് സോസ് നിങ്ങൾക്ക് വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ നമ്മൾ ഒരു പിസ്സയുടെ സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഉള്ളി ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾ മാത്രമല്ല, ചിക്കനോ ബീഫൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് ക്യാപ്സിക്കം, തക്കാളി എല്ലാം കൂടെ ഒന്ന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. മഷ്റൂമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മഷ്റൂം ഇടുക. അതുപോലെ ബേബി കോൺ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി.
ഇനി എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നീളത്തിലോ റൗണ്ടിലോ ഒക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു പണിയില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി കുറച്ച് തക്കാളിയും കൂടെ നമുക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പിസയുടെ ഈ ഒരു സോസ് തന്നെ അത്യാവശ്യം നമ്മുടെ ടൊമാറ്റോ സോസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാം അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാം നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മളെല്ലാം ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം മൊസറല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാറാണ്. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ വൈറ്റ് സോസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചീസ് ഉള്ളവരാണെങ്കിൽ ചീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചീസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചീസ് വേണ്ടെന്നുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്യുക. കൂടുതലോ കുറച്ചിട്ടോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുറച്ച് പിസ്സ സോസും കൂടെ കുറച്ച് മുകളിലായിട്ടൊന്ന് ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. വളരെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ആ ഒരു പിസ്സയുടെ സോസും കൂടെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓവനിലാണെന്നുണ്ടെങ്കിൽ ഓവനിൽ വെക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഫ്രൈ പാനിൽ ഇതുപോലെ വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്നിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്ത് വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ബേസിൻ്റെ കളറൊക്കെ മാറുന്നുണ്ട് കേട്ടോ. വൈറ്റ് കളർ നന്നായിട്ട് ഗോതമ്പ് പൊടിയുടെ ആ ഒരു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ സാധാരണ പിസ്സ ചൂടാറിയാൽ കഴിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ഇത് ചൂടാറിയാലും നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മറ്റേ ചീസാകുമ്പോൾ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഒരു വൈറ്റ് സോസ് ആയത് കാരണം തന്നെ ചൂടാറിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മളിതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.